റഷ്യൻ സൈന്യത്തിന് ചൈന രഹസ്യമായി പരിശീലനം നൽകിയെന്ന ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് കേട്ടോ ഇപ്പോൾ പുറത്തു വരുന്നത്. റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ നേരിട്ടുള്ള അനുമതിയോടെ നടന്ന ഈ പരിശീലനത്തിൽ ഇരു രാജ്യങ്ങളിലെയും ഉന്നത സൈനിക ജനറൽമാർ നേരിട്ടാണ് പങ്കെടുത്തത്. ഔദ്യോഗികമായി ചൈന ഇത് നിഷേധിക്കുന്നുണ്ടെങ്കിലും റോയിട്ടേഴ്സിന് ലഭിച്ച അതീവ രഹസ്യരേഖകൾ പറയുന്നത് മറ്റൊന്നാണ്. ബീജിംഗിലെ സൈനിക കേന്ദ്രങ്ങളിൽ വെച്ച് നടന്ന മൂന്നാഴ്ചത്തെ പരിശീലനം വെറുമൊരു അഭ്യാസ പ്രകടനമായിരുന്നില്ല കേട്ടോ. ആണവരാസ ജൈവ യുദ്ധങ്ങളെ എങ്ങനെ നേരിടാം എന്നതിനെക്കുറിച്ചുള്ള അതിനൂതനമായ പരിശീലനമാണ് അവിടെ നടന്നത്. ആണവ റിയാക്ടറുകളുടെ പ്രവർത്തനം, രാസായുധങ്ങളെ തിരിച്ചറിയൽ, വിഷവാതങ്ങളിൽ നിന്നും മറ്റും സൈന്യത്തെ എങ്ങനെ സംരക്ഷിക്കാം എന്നു തുടങ്ങി അതീവ ഗൗരവകരമായ കാര്യമാണ് ചൈനീസ് പരിശീലകർ റഷ്യക്ക് പകർന്നു നൽകിയത്. ഏകദേശം 200ഓളം റഷ്യൻ സൈനികർക്ക് ചൈന പരിശീലനം നൽകിയെന്നാണ് യൂറോപ്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവർ പിന്നീട് യുക്രൈൻ യുദ്ധമുഖത്തേക്ക് നേരിട്ടിറങ്ങിയെന്നും ആ റിപ്പോർട്ടുകൾ പറഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ. ചൈനയ്ക്ക് ഇതുകൊണ്ട് എന്തു മെച്ചമെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? ചൈനീസ് സൈന്യത്തിന് പതിറ്റാണ്ടുകളായി വലിയ യുദ്ധപരിചയമില്ല. അതുകൊണ്ട് തന്നെ റഷ്യൻ ഉദ്യോഗസ്ഥരുമായുള്ള ഈ സഹകരണത്തിലൂടെ യുദ്ധക്കളത്തിലെ യഥാർത്ഥ സാഹചര്യങ്ങൾ, വെല്ലുവിളികൾ, സൈനികരുടെ മാനസികാവസ്ഥ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ചൈനയ്ക്ക് വിലപ്പെട്ട വിവരങ്ങൾ ലഭിക്കും. ഇത് ചൈനീസ് സൈന്യത്തിന്റെ കുറവുകൾ പരിഹരിക്കാൻ സഹായകരമാണ്. ഭാവിയിൽ തായ്വാനുമായോ മറ്റോ ചൈനയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷം ഉണ്ടായാൽ എങ്ങനെ പ്രതിരോധിക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാക്കാനും ഇത് വളരെയധികം ഉപകാരമാണ്. മാത്രവുമല്ല കേട്ടോ, റഷ്യൻ സൈനികർക്ക് തങ്ങളുടെ പുതിയ ഉപകരണങ്ങളും സിമുലേറ്ററുകളും പരിചയപ്പെടുത്തുന്നതിലൂടെ ചൈനീസ് ആയുധങ്ങളുടെ ഗുണനിലവാരം അവർക്ക് പരോക്ഷമായി ലോകത്തിന് മുന്നിൽ തെളിയിക്കാൻ സാധിക്കും. ഇത് ഭാവിയിൽ ചൈനീസ് ആയുധങ്ങൾ കൂടുതൽ വിദേശ രാജ്യങ്ങളിലേക്ക് വിൽക്കുന്നതിനായുള്ള കളവും ഇതുവഴി തെളിയും. താൻ യുക്രൈൻ യുദ്ധത്തിൽ നിഷ്പക്ഷനാണെന്നും സമാധാനം ആഗ്രഹിക്കുന്നുവെന്നാണ് ചൈന എപ്പോഴും അവകാശപ്പെടുന്നത്. ഇതിനെതിരെ യൂറോപ്യൻ യൂണിയനിൽ കടുത്ത അമർഷമുണ്ടെങ്കിലും ചൈനയുമായുള്ള വ്യാപാര ബന്ധം കർശന നിലപാടുകൾ സ്വീകരിക്കുന്നതിൽ നിന്ന് അവരെ പിന്നോട്ട് വലിക്കുകയാണ്. അമേരിക്ക വിരുദ്ധമായ പുതിയൊരു ലോകക്രമം ശക്തമാകുന്നതിന്റെ സൂചന കൂടിയാണ് കേട്ടോ റോയിട്ടേഴ്സിന്റെ ഈ റിപ്പോർട്ട്.